No, no van a hacer. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമേ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനത്തിനെ തുടർന്ന് ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ബേസിക് സ്റ്റഡി നടത്താതെ ഇറാനുമായിട്ടുള്ള നെഗോസിയേഷനിലേക്ക് ട്രംപിനെ നയിച്ച ആൾക്കാർക്കെതിരെ അതിരൂക്ഷമായ നിലയിൽ ട്രംപ് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇറാനെക്കുറിച്ച് ശരിക്കും പഠനം നടത്താതെ ട്രംപിനെ ഒരു നെഗോസിയേഷൻ ട്രാപ്പിലേക്ക് കൊണ്ടുപെടുത്തിയ ആൾക്കാർക്കെതിരെയാണ് ഈ ഇൻഡയറക്റ്റ് പരാമർശം ട്രംപ് ഉന്നയിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം പറഞ്ഞത്. പ്രത്യേകിച്ച് നെതന്യാഹു വളരെ വ്യക്തമായിട്ട് തന്നെ ഇറാൻ്റെ പൊസിഷനെ കുറിച്ച് വ്യക്തമായിട്ട് ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ധാരണ വരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലനമാണ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എനിവേ വരും ദിവസങ്ങളിൽ ഇറാൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാൻ പല സ്ഥലങ്ങളിലും അമേരിക്കൻ ബേസുകളുടെ ഉള്ളിൽ വിജയകരമായ ആക്രമണങ്ങൾ നടത്തിയതായിട്ടും ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ അവർ സബ്മിറ്റ് ചെയ്യുന്നില്ല. അവരുടെ വാർത്താ മാധ്യമങ്ങളിൽ തന്നെ അവർ പലതരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 അമേരിക്കയുടെ ആക്രമണങ്ങളും അതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളും ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ഇന്തിഫാദ, എന്താണ് എല്ലാ ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ, ഇന്തിഫാദ എന്ന് പറയുന്നത് പലസ്തീനിൽ യാസർ അറാഫത്തിൻ്റെ നേതൃത്വത്തിൽ പ്രാഥമികമായിട്ട് തുടങ്ങിയ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ഐഡിയോളജിക്കൽ സംഘടനയാണ് ഇന്തിഫാദ. അതായത് പാലസ്തീൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതായത് സ്വതന്ത്ര പാലസ്തീൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഇസ്രായേൽ ഇല്ലാത്തൊരു പാലസ്തീൻ, യഹൂദരില്ലാത്തൊരു പാലസ്തീൻ, പ്രതീക്ഷയിൽ അത്തരത്തിലുള്ളൊരു പാലസ്തീൻ സൃഷ്ടിക്കാനുള്ള പ്രതീക്ഷയിൽ തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്തിഫാദ. ആ ഇന്തിഫാദയാണ് ഇന്തിഫാദ 1, ഇന്തിഫാദ 2. അതുപോലെ അത് കഴിഞ്ഞിട്ട് വന്ന പ്രസ്ഥാനമാണ് ഹമാസ്. അതിന് പല പോഷക സംഘടനകളുണ്ട്. അതിലൊന്നാണ് പലസ്തീൻ അതോറിറ്റി, അതുപോലെ തന്നെ പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, അതുപോലെ ഖുദ്സ് ഫോഴ്സ്, അതുപോലെ മുജാഹിദ്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതേ മാതൃകയിൽ ഇന്തിഫാദ എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ജർമ്മനിയുടെ ഉള്ളിൽ നിന്നും എല്ലാ ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യത്തോടു കൂടി ഫ്രീ പാലസ്തീൻ ടീമുകൾ പുതിയ തരം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ മാരകമായിട്ടുള്ള ഒരു ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അഴിച്ചുവിട്ടിട്ടുണ്ട്. മിസൈലുകൾ, 284 ഡ്രോണുകൾ, ഇത്രയും അയച്ചുകൊണ്ടാണ് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തിയത്. പരമാവധി ഇമാതിരിയുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് തലസ്ഥാന നഗരമായിട്ടുള്ള കീവിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ റഷ്യ ടാർഗറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് പല റീജിയനും കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ കീവിലേക്കും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതിൽ KH-101 കാലിബർ ക്രൂസ് മിസൈൽ, ഇഷ്കന്ദർ M ബാലിസ്റ്റിക് മിസൈൽ, KN-23 ബാലിസ്റ്റിക് മിസൈൽസ്, മോഡിഫൈഡ് S-300 മിസൈൽസ്, അതുപോലെ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ, ലാർജ് നമ്പർ ഓഫ് ജെറാൻ 2 ടൈപ്പ് ഓഫ് ഡ്രോൺസ്. ഇതാണ് ഏറ്റവും കൂടുതൽ റഷ്യ ഇത്തവണത്തെ ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സെലൻസ്കി പറയും ഇതെല്ലാം തന്നെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് സെലൻസ്കി. പക്ഷേ ഉക്രൈൻ്റെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ മിസൈലുകൾ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫൈനൽ ഫേസ് ഓഫ് അറ്റാക്കിൽ ക്രൂയിസ് മിസൈലുകൾ പോളണ്ടിൻ്റെ ബോർഡർ വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലുബ്ലിൻ എന്ന് പറഞ്ഞ ഏരിയയിൽ സൈറൻ മുഴങ്ങിയിരുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ലുബ്ലിനിൽ മാത്രമല്ല, പോളണ്ടിൻ്റെ മറ്റു പല ഈസ്റ്റേൺ മേഖലകളിലും സൈറൻ മുഴങ്ങിയിരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. റഷ്യയുടെ KH-101 ക്രൂയിസ് മിസൈൽ പോളണ്ടിൻ്റെ ബോർഡർ ടച്ച് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പോളണ്ടിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ മിസൈൽ എത്തിയില്ലെങ്കിലും അത് എത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം സെലൻസ്കി തീർച്ചയായിട്ടും നടത്തും. കാരണം നാറ്റോയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം സെലൻസ്കിക്ക് അത് ഗുണം ചെയ്യും. സെലൻസ്കി പണ്ട് തൊട്ടേ ആഗ്രഹിക്കുന്നൊരു വിഷയം കൂടിയാണത്. കാരണം എൻറ്റയർ നാറ്റോയെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരിക എന്നുള്ളത് സെലൻസ്കിയുടെ ആവശ്യം കൂടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള വാർത്തകൾ വരേണ്ടതുണ്ട്. ഇറ്റ് മീൻസ് ഈ പോളണ്ടിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അതായത്
റഷ്യയുടെ മിസൈലുകൾ പോളണ്ടിൻ്റെ അതിർത്തി ക്രോസ് ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ അമേരിക്കയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നലെ അമേരിക്ക ലാർജ് വേവ് ഓഫ് അറ്റാക്ക് തന്നെയാണ് ഇറാൻ്റെ ഉള്ളിൽ നടത്തിയത്. ഇത് സൗദി അറേബ്യയും അമേരിക്കയും ചേർന്ന് ഇറാഖിൻ്റെ ഉള്ളിൽ നടത്തിയ അറ്റാക്കല്ല, അതിന് പുറമെ അമേരിക്ക അഡീഷണൽ ആയിട്ട് നടത്തിയ അറ്റാക്കുകൾ. അതിൻ്റെ സ്ഥലങ്ങൾ ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞു പോവാം. IRGCയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്നത്. അവിടേക്ക് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഞാൻ കരുതിയിരുന്നു ശരിക്കും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് മടങ്ങിയതിനു ശേഷമായിരിക്കും അമേരിക്ക ഇറാന് മേൽ ആക്രമണം നടത്താൻ പോകുന്നതെന്ന്. പക്ഷേ നെതന്യാഹു അമേരിക്കയിൽ ഉള്ളപ്പോൾ തന്നെയാണ് കൃത്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അമേരിക്ക ഇറാന് മേൽ വീണ്ടും ആക്രമണം ശക്തമായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ അമേരിക്കൻ ആക്രമണത്തിന് പകരം ഞങ്ങൾ ജോർദാൻ്റെ ബേസിലേക്ക് ആക്രമണം നടത്തി, കുവൈറ്റിൻ്റെ ബേസിലേക്ക് ആക്രമണം നടത്തി എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തെളിവുകളൊന്നുമില്ല. അമേരിക്കൻ സൈഡിൽ നിന്നും ഞങ്ങളെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ അമേരിക്കൻ ബേസുകളിലേക്ക് അത്തരത്തിലുള്ള ഡാമേജുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയുടെ സ്ട്രൈക്ക് ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് കുഷസ്താൻ. ഈ കുഷസ്താൻ എന്ന് പറഞ്ഞ പ്രൊവിൻസിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ കുഷസ്താൻ പ്രൊവിൻസിലാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഇന്നലെ നടത്തിയത്. അഹ്വാസ് എന്ന് പറഞ്ഞ ആ റീജിയനിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അബദാൻ, ഷഗ്ദെഗാൻ, അതുപോലെ അർവന്ത് കനാർ, അതോടൊപ്പം ബുഷർ പ്രൊവിൻസിലും ആക്രമണങ്ങൾ ശക്തമായി നടത്തിയിട്ടുണ്ട് അമേരിക്ക. ഇറാൻ്റെ ഉള്ളിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള അളവിലാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കിട്ടിയ വീഡിയോ ഫുട്ടേജസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൊക്കേഷൻസ് നിയർ ബൈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, ബന്ദർ അബ്ബാസ്, സിറിക്, കഷം ഐലൻഡ്, അതേപോലെ കിഷ് ഐലൻഡ്. കഷം ഐലൻഡിൻ്റെ ഭാഗത്ത് റെസിഡൻഷ്യൽ ഏരിയയിൽ അറ്റാക്ക് നടത്തിയതിൽ 3 ഇറാനിയൻ സിവിലിയൻസ് കൊല്ലപ്പെട്ടതായിട്ട് ഇറാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നുമുള്ള വാർത്തയും വരുന്നുണ്ട്. അതിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് ജോർദാൻ്റെ ഉള്ളിൽ മൊഫാഖ് സാൽറ്റി അൽ എയർബേസ് ഞങ്ങൾ അറ്റാക്ക് നടത്തിയതെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ജോർദാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ 5 മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, 5ഉം ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ജോർദാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ കുവൈറ്റ് അൽസലീം എയർബേസിൻ്റെ ഉള്ളിൽ ഡ്രോൺ ഹാങ്കേഴ്സും അതേപോലെ ഫ്യൂവൽ ഡിപ്പോ സ്റ്റോറേജ് യൂണിറ്റ്, ഇത് രണ്ടും ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ള ക്ലെയിം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിൻ്റെ സൈഡിൽ നിന്നും യാതൊരുവിധ കൺഫർമേഷനും പുറത്തു വന്നിട്ടില്ല. അതുപോലെ IRGC 3 F-35 ഫൈറ്റർ ജെറ്റുകൾ ഡിസ്ട്രോയ് ചെയ്തതായിട്ട് അവർ സ്വയമേ ക്ലെയിം ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള കൺഫർമേഷനും പുറത്തു വന്നിട്ടില്ല. അൽ അസ്റാഖ് എയർബേസിൽ നിർത്തിയിട്ടിരുന്ന 3 F-35 വിമാനങ്ങളെയാണ് ഞങ്ങൾ തകർത്തത് എന്നുള്ള ക്ലെയിമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. അതുപോലെ ഖത്തർ LNG ഇറാൻ്റെ അനുവാദത്തോടു കൂടി ഇറാൻ്റെ സൈഡിലൂടെ, അതായത് ഒമാൻ്റെ റൂട്ട് ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ പറയുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇറാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ സൗദി അറേബ്യയും അമേരിക്കയും ചേർന്ന് അഡീഷണൽ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളുടെ മാപ്പ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിനിവേ ഗവർണറേറ്റിൽ അൽഹംദാനിയ എന്ന് പറഞ്ഞ ഏരിയയിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അമേരിക്കയും സൗദി അറേബ്യയും ചേർന്നിട്ട്. അതുപോലെ കിർക്കുക്ക്, അമേർലി എന്ന് പറഞ്ഞ 2 ലൊക്കേഷൻസ്, ഇത് ശരിക്കും പറഞ്ഞാൽ സലാൽദീൻ ഗവർണറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന 2 സ്ഥലങ്ങളാണ് അമേരിക്കയും സൗദി അറേബ്യയും ടുഗദർ ഒരുമിച്ച് ചേർന്ന് ടാർഗറ്റ് ചെയ്തത്. അതുപോലെ ദിയാല ഗവർണറേറ്റിൽ ക്യാമ്പ് അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പിൻ്റെ ഉള്ളിലാണ് അറ്റാക്ക് നടത്തിയത്. അതുപോലെ വസീദ് ഗവർണറേറ്റിൽ കർബല, അതേപോലെ അൽ സവേറ, ഈ 2 ഏരിയയിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഈ കർബലയിൽ നടത്തിയ അറ്റാക്കിൽ, ഈ ശരിക്കും കർബല എന്ന് പറഞ്ഞ സ്ഥലം ഇറാൻ്റെ ഷിയ മുസ്ലിംസിൻ്റെ പിൽഗ്രിമേജ് ഉള്ള സ്ഥലമാണ്. അവിടെ ശരിക്കും 4 IRGC ഉദ്യോഗസ്ഥർ, ഇവരവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ്. ശരിക്കും അവിടെ ഒരു പിൽഗ്രിമേജ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ IRGCയുടെ 4 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ആക്രമണത്തിൽ. അതുകൊണ്ടാണ് ഇറാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ശക്തമായ രീതിയിൽ മിസൈലുകൾ അയച്ചു തുടങ്ങിയത് ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷെ അത് ശരിക്കും എഫക്റ്റീവ് അല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ബസ്ര ആൻഡ് ബാഗ്ദാദ്, ഈ 2 സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ ശക്തമായി തന്നെ അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 305 കിലോമീറ്ററാണ് തുർക്കിക്കും ഇറാനും ഇടയിലുള്ള ബോർഡർ. അതിൽ ഏതാണ്ട് 295 കിലോമീറ്ററോളം തുർക്കി കൃത്യമായിട്ടുള്ള ഫെൻസിങ് അടിച്ച് ഒരു ബോർഡർ വേർതിരിവ് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉമ്മത്ത് കൾച്ചർ നിലനിർത്തി കൊണ്ടുപോകാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രയത്നിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ശരിക്കും തയ്യബ് എർദോഗൻ, തുർക്കിയുടെ പ്രസിഡന്റ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇറാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന 305 കിലോമീറ്ററും
കൃത്യമായിട്ടുള്ള ഫെൻസിങ് അടിച്ച് മറച്ചിരിക്കുകയാണ്. ഇതിനകത്ത് 70 കിലോമീറ്റർ ഏരിയ ഹൈലി സെൻസിറ്റീവ് ആണ്. ഈ 70 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ചൂണ്ടി ഈ 70 കിലോമീറ്റർ ദൂരപരിധിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫെൻസിംഗ് ആണ് തയ്യബ് എർദോഗൻ ഏർപ്പാടാക്കിയിരിക്കുന്നത്. കാരണം അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫിൽട്രേഷൻസ്. ഇറാനികൾ നാടുവിട്ട് പോകുന്ന സമയത്ത് തുർക്കിയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമായിട്ട് ഈ ഒരു 70 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇത്തവണത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ഫേസ് നെഗോസിയേഷനിലേക്ക് ഇസ്രായേൽ തയ്യാറാണെന്നുള്ളൊരു അറിയിപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ വീണ്ടും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ശക്തമായ ആക്രമണങ്ങളാണ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. അതേപോലെ ലെബനൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ സെക്കൻഡ് ഫേസ് പീസ് ടോക്ക് അതെല്ലാം ജസ്റ്റ് കൺതുടപ്പ് മാത്രമാണ്. ഈ ശരിക്കും UN ആയിക്കോട്ടെ, അതേപോലെ മറ്റു പല ലോകരാജ്യങ്ങളുണ്ടല്ലോ, പലസ്തീനെ പിന്തുണയ്ക്കുന്ന പല ലോകരാജ്യങ്ങളുണ്ട്, അവരുടെയൊക്കെ കണ്ണിലൊന്ന് പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഈ സെക്കൻഡ് ഫേസ് ഗാസ പീസ് ഡീൽ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്. അതേപോലെ ഗാസയിലേക്കുള്ള സെക്യൂരിറ്റി ഫോഴ്സ്, ഒരു ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി ഫോഴ്സിനെ അവിടെ വിന്യസിക്കാമെന്നുള്ള തീരുമാനം ഫേസ് 1 ട്രംപ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദറായിട്ട് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തിയ ചർച്ചയിൽ. അപ്പോൾ എന്തായാലും ഗാസയ്ക്കുള്ളിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ പീസ് ഡീൽ പ്രോസസ്സ് കൊണ്ടൊന്നും ഒരു പുരോഗതിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഇപ്പം മാറിയിരിക്കുന്ന പുതിയ നേതൃത്വം, ആ നേതൃത്വം ഒരുപക്ഷെ ഖലീൽ അൽഹയ എന്ന് പറഞ്ഞ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചാനലുകളിലൊക്കെ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന ആ വ്യക്തി ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ഹമാസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ വീണ്ടും ഗാസയ്ക്കുള്ളിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സകല തന്ത്രങ്ങളും സകലമാന അടവുകളും പയറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തികച്ചും ഈ സെക്കൻഡ് ഫേസ് ഗാസ പീസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് തന്നെ പുള്ളിയുടെ ആ ഒരു ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഗാസ അൽസത്തി എന്ന് പറഞ്ഞ ക്യാമ്പിനുള്ളിൽ നടത്തിയ അറ്റാക്ക്, മാരകമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നടത്തിയത്. ശരിക്കും നിരവധി സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഗാസയ്ക്കുള്ളിൽ അൽ ബുറൂജ് എന്ന് പറഞ്ഞ ക്യാമ്പിനുള്ളിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ കൺജസ്റ്റഡ് ആണ്. ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്യാമ്പിലാണ് വീണ്ടും ശക്തമായ രീതിയിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതുപോലെ ഖാൻ യൂനീസ് ഭാഗത്ത് 2 ടെന്റുകൾക്കുള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ സീരീസ് ഓഫ് അറ്റാക്ക് ഇൻ ഗാസ, അൽവാദ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഖത്താൻ സെന്റർ എന്ന് പറഞ്ഞ സെന്ററിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ നിയർ യാർമൂക്ക് സ്റ്റേഡിയം അവിടെയും IDF അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ അൽ ജല എന്ന് പറഞ്ഞ സ്ട്രീറ്റിൻ്റെ അടുത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ ഒരു സ്നൈപ്പർ സെൽ കമാൻഡറെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അഹമ്മദ് ഹിഷാം മഹ്മൂദ് ലോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് IDFൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. IDFൻ്റെ 55th ബ്രിഗേഡ് ട്രൂപ്പ്, ഇസ്രായേലിൻ്റെ IDF ഫോഴ്സ് ലെബനൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് സൗത്ത് ലെബനൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ, അതേപോലെ തന്നെ ഹൈ ലെവൽ സെക്യൂരിറ്റി പ്രിക്വേഷനോട് കൂടിയ യുദ്ധമുറകളാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നിരവധി സ്ഥലങ്ങൾ ലെബനൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അവിടെയുള്ള ഹെസ്ബുള്ള മെമ്പേഴ്സിനെല്ലാം തന്നെ ഒഴിവാക്കി കൃത്യമായിട്ട് ലെബനൻ്റെ ആർമിക്ക് കൈമാറിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് തന്നെയാണ് IDF ലെബനൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ ഇറാഖിൻ്റെ ഉള്ളിൽ സുലൈമാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈകുന്നേരം, അതായത് വ്യാഴാഴ്ച ഈവനിങ് ഒരു വലിയ പൊട്ടിത്തെറി. ക്ലെയിം ഇതുവരെ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല, ഇറാനും ഏറ്റെടുത്തിട്ടില്ല, അമേരിക്കയും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ അവിടെ വലിയ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട് സുലൈമാനിയ റീജിയനിൽ. ശരിക്കും ഈ സുലൈമാനിയ റീജിയൻ എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇറാഖിൻ്റെ സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കുർദിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ സുലൈമാനിയ എന്ന് പറയുന്നത്. ശരിക്കും ഇറാഖ് ഇത്തവണത്തെ ഒരു മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ഈ റീസെൻറ്റ് ടൈമിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം വഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാഖ് വീണ്ടും ഒരു കലാപഭൂമിയായിട്ട് മാറുമോ എന്നുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇറാഖ് യുദ്ധം അമേരിക്ക തന്നെയാണ് നടത്തിയത് സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ. അതിനുശേഷം ഒരുപാട് കാലയളവ് കഴിഞ്ഞ് ഇറാഖ് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. എന്നാൽ കൂടി ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഒരു മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ഇതുവരെ ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയൊന്നും ലൈം ലൈറ്റിൽ നടന്നിരുന്നില്ല. പക്ഷേ വീണ്ടും ഇറാഖ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ചർച്ചയാവുകയാണ്. ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നബാട്ടിയ എന്ന് പറഞ്ഞ ഏരിയയിൽ, അൽ ഫവാഖ് എന്ന് പറഞ്ഞ ആ പ്രത്യേക ഏരിയയിൽ മാസീവായിട്ടുള്ള എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്.
അതുപോലെ 2 വാർത്തകൾ കൂടി പറയേണ്ടതുണ്ട്. അതിൽ ഒന്ന് മൊറോക്കോയ്ക്കുള്ളിലുള്ള യങ്സ്റ്റേഴ്സ് അവർ തീർച്ചയായിട്ടും നാട് വിടാൻ വേണ്ടിയിട്ട് സാഹചര്യം നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ആ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പെഡ്രോ സാൻസ് ആണെന്നുണ്ടെങ്കിൽ തീവ്ര ഇടത് നിലപാടുള്ള ഫാർ ലെഫ്റ്റ് ഐഡിയോളജിസ്റ്റ് ആണ്. അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കൊണ്ടു നടക്കുന്ന പെഡ്രോ സാൻസ് ശരിക്കും ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസേണും രേഖപ്പെടുത്താതെ വളരെ ലിബറൽ മൈൻഡോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ തന്നെ ശരിക്കും ഒരു റെഫ്യൂജി കുരുക്കിൽ എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൊറോക്കോയിൽ നിന്നും 30,000-ലധികം യുവാക്കൾ കടലിലൂടെ നീന്തി സ്പെയിനിൽ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് കരയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് റാലിയായിട്ട് സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി വരുന്ന രംഗമാണ് ഈ വീഡിയോ ദൃശ്യത്തിൽ വെച്ചിരിക്കുന്നത്. ശരിക്കും പെഡ്രോ സാൻഡേഴ്സ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റത്തിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഒരു രീതിയിലും ചിന്തിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുമ്പും സ്പെയിനിലുള്ള അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് സ്പെയിൻ്റെ ലീഡർ പെഡ്രോ സാൻഡേഴ്സ് സ്വീകരിച്ചിരുന്നത്. എനിവേ ഈ 30,000 മൊറോക്കൻസിനെയും സ്വീകരിക്കും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സ്വീകരിക്കാതെ പോകാനുള്ള മാർഗമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സ്പെയിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടും. കാരണം സ്പെയിൻ ഓൾറെഡി തന്നെ റെഫ്യൂജികളുടെ അണ്ടറിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്പെയിനിൽ പ്രത്യേകിച്ച് ഗ്ലോബൽ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക് ഇൻവേഷൻ എന്നാണ് ഇതിനെ കോട്ട് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം മൊറോക്കോയിൽ നിന്നും ഇന്നലെ 30,000 ചെറുപ്പക്കാരാണ് ബോർഡർ ക്രോസ് ചെയ്ത് നീന്തിയും അതേപോലെ തന്നെ ബോട്ടുകളിലൊക്കെ ആയിട്ട് കരയ്ക്കടുത്ത് ഫോഴ്സ്ഫുള്ളി സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. സ്പെയിനിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. സ്പെയിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം മൊത്തത്തിൽ സ്റ്റോപ്പായിരിക്കുകയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീസ്ഡ് മൊമെൻറ്റിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് ശരിക്കും ഞാൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 40,000 യുവാക്കൾ വീണ്ടും അതേപോലെ തന്നെ സ്പെയിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലേക്ക് അടുത്ത ഇസ്ലാമിക് ഇൻവേഷൻ എന്നാണ് ഇതിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്നത്. അതായത് അറബ് വസന്തത്തിനെ തുടർന്ന് വല്ലാത്ത രീതിയിൽ റെഫ്യൂജി ക്രൈസിസിൽ മുന്നോട്ട് പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അടുത്തൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം ഈ സ്പെയിനിലേക്കുള്ള ഈ ഒരു കടന്നുകയറ്റം. പെഡ്രോ സാൻഡേഴ്സ് ശരിക്കും ഉത്തരമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഇതുവരെ ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. ശരിക്കും ലോഡ് കണക്കിൽ ടിപ്പർ ലോറികളിലൊക്കെ കൊണ്ട് ഇറക്കി വിടുകയാണ് യുവാക്കളെ. അതായത് ഈ കടൽ തീരത്തു നിന്നും ഇങ്ങനെ ലോഡ് കണക്കിൽ ആൾക്കാരെ കൊണ്ട് സ്പെയിൻ്റെ ഉള്ളിലേക്ക് പല പല നഗരങ്ങളിലേക്ക് ഷട്ടിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ശരിക്കും കുറേ നാൾക്ക് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂചനകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയല്ല എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ഒരു ക്രൈസിസിലോട്ട് പോവുകയാണ് സ്പെയിൻ. Mira la lejanía, mira la policía. No, estaba mirando para allá y no te he visto. മൂന്ന് IRGC റവല്യൂഷണറി ഗാർഡ് കോപ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. ഓവർനൈറ്റ് അറ്റാക്കിൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തിയ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് റീജിയനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിലാണ് ശരിക്കും സിവിലിയൻസിൻ്റെ മേലിൽ നടത്തിയ ആക്രമണത്തിൽ 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. US സെനറ്റർ കോട്ടൺ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഒരു വിധത്തിൽ ശരിയാണ്, ഇറാനെ ആക്രമിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് ശരിയാണെന്നുള്ള നിലപാടാണ് കോട്ടൺ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കനത്ത സമ്മർദ്ദത്തിനിടയിലും നെതന്യാഹു ട്രംപ് ചർച്ച വളരെ പ്രോഗ്രസീവായിട്ട് തന്നെയാണ് നടന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.